10-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നമ്മുടെ മൂവാറ്റുപുഴയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. സമാധാനപരമായിട്ട് ഈ വീക്കെൻഡ് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ആരക്കുഴപ്പള്ളി കാണാനായിട്ട് വരാട്ടോ. ഗോത്തിക് റിവൈവൽ മാതൃകയിലാണ് ഈ പള്ളിയുടെ ആർക്കിടെക്ചറൽ ഡിസൈൻ വന്നിരിക്കുന്നത്. കമാനാകൃതിയിലുള്ള മദ്ബഹായും റെത്താളുകളും ഒക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിലാണ് ആരക്കുഴപ്പള്ളി ഉള്ളത്. ആരക്കുഴക്കരയിൽ വാണിരുന്ന പുത്തേട്ടിൽ ഉണ്ണിയാതിരി ഒരിക്കൽ പള്ളിയിൽ അഭയം തേടിയ ഒരാളെ ആനവാതിൽക്കലിട്ട് വെട്ടിക്കൊന്നു. തുടർന്ന് 18 മാസത്തോളം നാട്ടിൽ വരൾച്ച നീണ്ടു നിന്നു. ഉണ്ണിയാതിരി ജോത്സ്യനെ വരുത്തി പ്രശ്നം വെച്ചപ്പോൾ ആരക്കുഴ മുത്തി, അതായത് പരിശുദ്ധ മാതാവ്, ഉണ്ണിയാതിരിയുടെ പ്രവൃത്തിയിൽ കോപിഷ്ഠയായിരിക്കുകയാണെന്നും പരിഹാരമായി 18 പറ അരി വെച്ച് പാച്ചോർ സദ്യ നടത്താൻ കൽപ്പിക്കുകയും ഉണ്ടായി. തദനുസരണം പാച്ചോർ സദ്യ നടത്തുകയും മഴ പെയ്യുകയും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. പുരാവസ്തുക്കളോടും പഴമയോടും ഒക്കെ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും ഈ പള്ളിയിൽ വരാതിരിക്കരുത്. ഏത് ജാതി മതസ്ഥർക്ക് വേണമെങ്കിലും ഇവിടെ എത്താം. ആരക്കുഴ വലിയ പള്ളിയിൽ നിന്നും കുറച്ചകലെ മാറി സ്ഥിതി ചെയ്യുന്ന മലയക്കുരിശ് പള്ളി ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ അതിമനോഹരമാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് അതിപുരാതനമായ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളി ഉണ്ടായിട്ട് അത് കാണാൻ പോയില്ലെങ്കിൽ നഷ്ടാണ് കേട്ടോ.